ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. നമ്മൾ ഇന്നു മുതൽ സൂറത്തുൽ അൻകബൂത്ത് അതാണ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നത്. നമ്മൾ ഈ തുടക്കത്തിൽ വിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം ഉണർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുക്കും, നിങ്ങളിലേറ്റവും ഉത്തമൻ, അതേപോലെ അഫ്ദലുക്കും, നിങ്ങളിലേറ്റവും ഉത്കൃഷ്ടൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയത് മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്നാണ്. ഇവിടെ ഖൈറുക്കും എന്നുള്ളത് ഖൈരിയത്ത്, നന്മ, പുണ്യം. അഫ്ദലുക്കും അഫ്ദലിയത്ത്, മഹത്വം, ശ്രേഷ്ഠത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്തി പറഞ്ഞതും അതുകൊണ്ട് വിശേഷിപ്പിച്ചതും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അന്ന് മുതൽ ഇന്നോളം നോക്കിയിട്ടുണ്ട് എങ്കിൽ ഈ വിശുദ്ധ ഖുർആനാൽ ഉയർത്തപ്പെട്ട മഹത്തുക്കൾ അവർ സാമൂഹിക ശ്രേണിയിൽ പലപ്പോഴും നിഷ്പ്രഭരായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ അവർ മുഖവിലക്കെടുത്തതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും സമൂഹത്തിൽ അറിയപ്പെടുന്ന വലിയ നന്മ മരങ്ങളായി വളരുകയും ചെയ്ത മഹത്തുക്കളെ നമ്മൾ കാണുന്നത്. വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, പഠിതാക്കളായ ആളുകളുടെയൊക്കെ ചരിത്രം ധാരാളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സഹാബിയിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി എന്ന് പറയുന്ന താബിഈയാണ്. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി. ഈ അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി അദ്ദേഹം ഈ ഹദീസ് കേട്ട് അതിൽ സ്വാധീനിക്കപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഹാദല്ലദി അഖഅദനി മഖഅദി ഹാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസാണ് എന്നെ ഈ സ്ഥാനത്ത് ഇരുത്തിയത് എന്നാണ്. എന്നെ ഈ സ്ഥാനത്ത് ഇരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹാബികളായ ഉസ്മാൻ, അലി, ഇബ്നു മസ്ഊദ്, ഇങ്ങനെ തുടങ്ങി സെയ്ദ് ബിൻ സാബിത്ത്, ഇങ്ങനെ പ്രമുഖരിൽ നിന്ന് ഖുർആൻ പഠിച്ച് അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് മുതൽ വളരെ പിൽക്കാലം ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ കാലം വരേക്കും ഖുർആൻ പഠിപ്പിക്കുന്ന പണ്ഡിതനായിരുന്നു എന്നാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന പണ്ഡിതൻ മാത്രമല്ല, ഇന്ന് നമ്മൾ ഇപ്പോൾ ഓതുന്ന ഖിറാഅത്ത് ഹഫ്സിൻ്റെ ഖിറാഅത്താണല്ലോ. ഈ ഖിറാഅത്തിൻ്റെ സനദ് ചെന്നെത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കണ്ണി ചേരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി, അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അടുത്ത വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ കണ്ണി അത് ഈ അബൂ അബ്ദുറഹ്മാൻ അസ്സുലമിയാണ്. അദ്ദേഹം ഏറെ അനുഗ്രഹീതനായി എന്നുള്ളതാണ് ചരിത്രം. എന്നെ ഈ സ്ഥാനത്ത് ഇരുത്തിയത് ഈ തിരുമൊഴിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിൽ സ്വാധീനിക്കപ്പെട്ട് പിന്നെ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ഒരുമ്പെടായിരുന്നു. പണ്ഡിതന്മാർ പറയാണ്, അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്ഥാനമാണ്. അതിനേക്കാൾ വലിയ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന് ഉണ്ടായ ആ പദവി. അദ്ദേഹം വലിയ അനുഗ്രഹീതനായിരുന്നു. രോഗഗ്രസ്തനായി ശയ്യാവലംബിയായി മരണത്തോടടുക്കുമ്പോൾ വരെ അദ്ദേഹം മസ്ജിദിൽ നിന്ന് വീട്ടിൽ പോയില്ല. അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ഒരാൾ തൻ്റെ മുസല്ലയിൽ
നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന കാലം അത്രയും നിസ്കാരത്തിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ലാ യസാലുൽ മർഉ ഫി സ്വലാത്തിൻ മാദാമ ഫി മുസല്ലാഹു വഹുവ യന്തളിറു സ്വല. നിസ്കാരം പ്രതീക്ഷിച്ച് നിസ്കരിച്ചു കൊടുത്ത് ഇരിക്കുകയാണ് എങ്കിൽ നിസ്കാരത്തിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ വീട്ടിൽ കിടക്കരുത് എന്ന് പറയാണ്. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോട്ടെ, നിങ്ങളെ ഒറ്റ ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാൻ കൊണ്ടുപോകരുത്. അങ്ങനെ മുസല്ലയിൽ കിടന്നാണ് അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഒരു സ്ഥാനം നേടിയ കുറേ ശിഷ്യന്മാരെ വാർത്തെടുത്ത ഒരു മഹാനായി മാറി അബൂ അബ്ദുറഹ്മാൻ സുലമി. അദ്ദേഹം പറയുന്നത് ഈ ഹദീസിൽ സ്വാധീനിക്കപ്പെട്ട് അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തതിനാൽ എന്നാണ്. മഹത്തുക്കളുടെ ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ ധാരാളമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ കാര്യത്തിൽ അത് ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ പഠിക്കുക, അതിന് നമ്മൾ സമയം ചെലവഴിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ദുനിയാവിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ ഹർഫുകൾ ശരിയാക്കാനും ഹദ്ദുകൾ മനസ്സിലാക്കാനും. വിശുദ്ധ ഖുർആൻ്റെ ഹർഫുകൾ ഉണ്ടല്ലേ, ഇപ്പോൾ അലിഫ്, ലാം, മീം, അഹസിബന്നാസ്, ഇത് ഉച്ചാരണം ശരിയാക്കി പാരായണം, തജ്വീദ് ശരിയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് അക്ഷരം പെറുക്കിയുള്ള ഓത്ത് അത് സുപ്രധാനമാണ്. പിന്നെ അതിൻ്റെ ഹർഫുകൾ എന്ന പോലെ അതിൻ്റെ ഹദ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള വിധികളും വിഷയങ്ങളും മനസ്സിലാക്കുക എന്നുള്ളത്. അതിനാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. കേവലം അക്ഷരങ്ങൾ ശരിയാക്കി ഓതാനല്ല വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. പിന്നെയോ ലിയദ്ദബ്ബറു ആയാത്തി എന്നാണ്. ഈ ആയത്തുകളെ ചിന്തിക്കാൻ, അതിൽ മനസ്സ് നട്ട് വായിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആശയങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിധികൾ അറിയുക, പൊരുളുകൾ അറിയുക, ഉദ്ദേശം മനസ്സിലാക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മളതിൽ വളരെയധികം ശ്രദ്ധിക്കണം, അതിൽ നമ്മൾ നന്നായിട്ട് മനസ്സ് വെക്കണം. നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് പടിയിറങ്ങാനുള്ള സമയം എപ്പോൾ എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോടൊപ്പം ചിലവഴിച്ച, നമ്മളോടൊപ്പം എല്ലാ ക്ലാസ്സുകളിലും സജീവമായി പങ്കെടുത്ത് വലിയ താല്പര്യത്തിൽ എല്ലാവിധ സഹകരണത്തോടു കൂടി വർത്തിച്ചിരുന്ന മഹാൻ നമ്മുടെ മമ്മാലിക്ക ഈ ആഴ്ച നമ്മളോടൊപ്പമല്ല. അദ്ദേഹം ഒരു ഖുർആൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പരലോകയാത്ര തുടങ്ങിയത്. അദ്ദേഹത്തിന് മുമ്പ് പലരും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ആ തുടർച്ചയിൽ അദ്ദേഹവും യാത്രയായി. നമ്മളും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇന്നല്ലെങ്കിൽ നാളെ എന്ന നിലക്ക് നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദിക്കാക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ആ യാത്ര അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വിധേയനായ നിലക്ക് ആക്കി തീർക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ പുണ്യങ്ങൾ, നന്മകൾ, അതിനുള്ള പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിനെ മഹത്തരാക്കുമാറാവട്ടെ. വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിനെ പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നന്മകൾ മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നമുക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, താല്പര്യങ്ങൾ, പലപ്പോഴും ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നന്മകൾ മാത്രം മനസ്സിൽ ഓർമ്മിപ്പിക്കാൻ കുറേ ബാക്കിയാക്കിയിട്ടാണ് അദ്ദേഹം അലൈഹിസ്സലാം യാത്രയായത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിധവക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് പകരം നൽകുമാറാവട്ടെ. അള്ളാഹു അവരെയും അദ്ദേഹത്തെയും നമ്മയും ഒക്കെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ എപ്പോഴും ഓർക്കാൻ, പ്രാർത്ഥന ദുആ ചെയ്ത് ഓർക്കാൻ മാത്രം കുറേ വിഷയങ്ങൾ ശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അവസാനത്തെ ക്ലാസ്സിൽ സെൻട്രലിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു, അതിന് അദ്ദേഹം പ്രതികരിച്ചു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്,
പിന്നെ വമിൻ ആയാത്തിഹി ഖൽഖുസ്സമാവാതി വൽ അർദി വഖ്തിലാഫു അൽസിനതികും അൽവാനിക്കും എന്നുള്ള ആയത്ത് ഓതുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുക ഇനി മുമ്മാലിക്കാനായിരിക്കും. പിന്നെ ഞാനൊരു ഹദീസ് ധരിച്ചിട്ടാണ് മറുപടി പറഞ്ഞത്. ലഖദ് ഹജ്ജർത വാസിയാൻ, വിശാലമായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിന് പരിമിതപ്പെടുത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബിയോട് പറഞ്ഞ മാതിരി വിശാലമായൊരു കാര്യം അദ്ദേഹം പരിമിതപ്പെടുത്തി പറഞ്ഞപ്പോൾ അതൊക്കെ അദ്ദേഹത്തിനൊരു നന്മയായി, ഇൻഷാ അല്ലാഹ് പുണ്യമായി. കാരണം ആ ഹദീസ് ഓർക്കുമ്പോഴൊക്കെയും നമ്മൾ പറയുക മുമ്മാലിക്കാൻ ഓർത്തുകൊണ്ടായിരിക്കും പറയാം. ആയത്ത് ഓതുമ്പോൾ മുമ്മാലിക്കാനെയാണ് ഓർക്കുക. കാരണം ആ ഒരു നല്ല മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരലോകം അനുഗ്രഹീതമാക്കി, അദ്ദേഹം എത്തിപ്പെട്ട ഖബറിടം ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കൂട്ടത്തിൽ നമ്മളിൽ നിന്നൊരാൾ പെട്ടെന്ന് ബന്ധപ്പെട്ടു പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ വരിയിലാണുള്ളത്. നമ്മൾ മാത്രം നമ്മൾ ചെയ്തതും പിന്നെ സൽവൃത്തരായി സത്യസന്ധരായി നമ്മൾ കൊണ്ടുവരുന്ന കുറേ ആളുകളുടെ ദുആയും ഇതേ ഉണ്ടാവുള്ളൂ. ഖൈറാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളെ സുഹൃത്തിലേക്ക് വരാം. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നമ്മളെ സൂറത്തിനി സൂറത്തുൽ അൻകബൂത്ത് എന്നാണ്. എന്താണ് അൽ അൻകബൂത്ത്? അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി അല്ലേ, എട്ടുകാലി, ചിലന്തി എന്നും പറയും അല്ലേ. ചിലന്തി, എട്ടുകാലി. അൻകബൂത്ത് അതിൻ്റെ സ്ത്രീലിംഗമായിട്ടാണ് പ്രയോഗിക്കുക. അൻകബ്, അൽ അൻകബ് എന്നതിൻ്റെ മുദക്കർ പുല്ലിംഗം അൻകബ്. കാരണം ബഹുവചനം അനാഖീബ് എന്നൊക്കെയാണ്. ചിലർ പറഞ്ഞ ഈ വാവും താവും ഇതിലേറെയാണ്, അൻകബാണ് അസൽ അൻകബ്. കാരണം ബഹുവചനം അനാഖിബ് എന്നാണ്, താ വരുന്നില്ല. ചിലർ പറഞ്ഞില്ല സ്ത്രീലിംഗം വാവും താവും ചേർത്തിട്ടുള്ളതാണ് അൻകബൂത്ത്. ഇത് എട്ടുകാലികളിൽ ഈ പെൺവർഗം അതാണ് അൻകബൂത്ത്. അൻകബ് ആൺവർഗം. ഉമ്മു മിഷ്അം എന്ന് പറയും. ഉമ്മു മിഷ്അം അറബിയിൽ എട്ടുകാലിക്ക്. എന്താ ഈ എട്ടുകാലി മമ്മുഞ്ഞ് അറിയില്ല? എട്ടുകാലി മമ്മുഞ്ഞ് ആരാ അത്? ആർക്കാണത് പറയാ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട് എട്ടുകാലി മമ്മുഞ്ഞ് അല്ലേ. പക്ഷേ ഒരാളെക്കുറിച്ച് എട്ടുകാലി മമ്മുഞ്ഞ് എന്ന് പറയുന്നത് എങ്ങനെ, എന്തുകൊണ്ടാണ്? താൻ ചെയ്യാത്ത ഒരു കാര്യത്തിൽ പേരെടുക്കാൻ ശ്രമിക്കലല്ലേ അല്ലേ, അതിനാണ് പറയാം. താൻ ചെയ്യാത്തൊരു കാര്യം അതിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എട്ടുകാലി മമ്മുഞ്ഞ് ചമയല്ലേ അറിയും അല്ലേ. അശബക്കൽ അങ്കബൂത്തിയ എന്ന് പറയും അറബിയിൽ. അശബക്കത്തുൽ അങ്കബൂത്തിയ ഇതിലേക്ക് ചേർത്താണ്, അങ്കബൂത്തിലേക്ക് ചേർത്താണ്. അശബക്കത്തുൽ അങ്കബൂത്തിയ. എന്താ അശബക്കത്തുൽ അങ്കബൂത്തിയ? എട്ടുകാലി വല തന്നെയാണ് അശബക്കൽ അങ്കബൂത്തിയ. പക്ഷെ അത് അറബിയിൽ എന്തിനാ പറയാ? ഇൻ്റർനെറ്റിനാണ് പറയാം. ഇൻ്റർനെറ്റിന് അശബക്കൽ അങ്കബൂത്തിയ എന്ന് പറയാം അറബിയിൽ. ഇതിലേക്ക് ചേർത്താണ്, അങ്കബൂത്തിലേക്ക് ചേർത്താണ് അത് പറയാം. ശബക്ക എന്ന് പറഞ്ഞാൽ നെറ്റ്, അങ്കബൂത്തിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. പക്ഷേ ഇൻ്റർനെറ്റിന് എന്താ പറയുക? ശബക്കൽ അങ്കബൂത്തിയ എന്നാണ് അറബിയിൽ പറയാം. വിശുദ്ധ ഖുർആനിൽ 3 സൂറത്തുകൾ ഇങ്ങനെ പ്രാണികളുടെ പേര് വെച്ചാണ്. ഏതൊക്കെയാണത്? നഹ്ല്, നംല്, പിന്നെ അങ്കബൂത്ത്. വേറെയും പ്രാണികളുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വേറെയും പ്രാണികൾ. 8 പ്രാണികൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ 3 എണ്ണമാണിത്. 3 എണ്ണം പേര് തന്നെയാണ്, ഖുർആൻ്റെ പേരുകൾ തന്നെയാണ്. പിന്നെ തനീച്ചൻ നഹ്ല്, നംലു ഉറുമ്പാണ് അല്ലേ. അദ്ദുബാബ് ഈച്ച. പിന്നെ പ്രാണി ബക്കറ പ്രാണിയാണ്.
പ്രാണികളെ പറഞ്ഞത്. ജീവികൾ വേറെ ഉണ്ട്, അത് പറയാം. അതാ അൽ ഫറാഷ് അല്ലേ? പിന്നെ അൽ ജറാദ്. പിന്നെ അൽ കുമ്മൽ പേന്. പിന്നെ കുമ്മൽ എന്ന പേന്. ജറാദ്, കുമ്മൽ, പിന്നെ ചെതൽ അല്ലേ? ദാബത്തുൽ അർദ്. ദാബത്തുൽ അർദ് ഉണ്ട്. പിന്നെ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദ. ബഊദത്ത് പിന്നെ എന്താ ബഊദ? എന്താണ് ബഊദത്ത്? കൊതുക്. വിശുദ്ധ ഖുർആനിൽ പ്രാണികൾ പറയപ്പെട്ടതാണ്. ഈ പ്രാണികൾ പറയപ്പെട്ടിട്ടുണ്ട്. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ 8 കാലി, ചിലന്തി. നഹൽ തേനീച്ച, നംല് ഉറുമ്പ്, ദുബാബ് ഈച്ച, ഫറാഷ് പാറ്റ, പൂമ്പാറ്റ, പാറ്റ, ജറാദ് വെട്ടുകിളി, ഫർസൽന അലൈഹിം തൂഫാന വൽ ജറാദ വൽ കുമ്മല. ജറാദ് കുമ്മൽ എന്ന് പറഞ്ഞാൽ പേൻ. ദാബത്തുൽ അർദ് ചിതൽ. മാ ദല്ല അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ വടിയിലൂന്നി നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വടി ചെതൽ തിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഊന്നിയ വടിയിൽ നിന്ന് വീണു. അപ്പോഴാണ് മരിച്ചതറിഞ്ഞത് എന്നുള്ളതാണ്. ദാബത്തുൽ അർദ് ചെതൽ. അല്ല അറദത്തു എന്ന് പറയും. ഇവിടെ വിശുദ്ധ ഖുർആനിൽ ദാബത്തുൽ അർദ് പ്രയോഗിച്ചു. ബഊദ, ബഊദത്ത് എന്ന് പറഞ്ഞാൽ കൊതുക്. ജീവികൾ വേറെ ഉണ്ട് അല്ലേ? എത്ര ജീവികളുണ്ട് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ജീവികൾ? ബക്കറ ഉണ്ട്, പശു. ഫീലുണ്ട്, ആന, ഹിമാർ, കഴുത, ഇബിൽ, ഒട്ടകം, ഖിർദ്. വഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിൻ, കുരങ്ങ്. ഖൈൽ, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ, കുതിര, ബിഗാൽ, കോവർ, കഴുത. പിന്നെ കെൽബ്. കെൽബിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഫമസലഹു കമസലിൽ കെൽബി ഇൻ തഹ്മിൽ അലൈഹി അൽഹസ്. കെൽബ് അങ്ങനെ പറഞ്ഞില്ലേ? നഅജ, നഅജത്ത് പറഞ്ഞാൽ പിന്നെ ആട്. ആട്, ആട്. മിനദ്ദഇനി ഇസ്നൈനി വമിനൽ മഅസ് ഇസ്നൈൻ. ദഇൻ കോലാട്, മഅസ് നെയ്യാട്. ദിബ് ഫഅകലഹു ദിബ് ചെന്നായ. ഖസ്വറ എന്ന ഖസ്വറ. ഫറത്ത് മിൻ ഖസ്വറ സിംഹം. ഖസ്വറ സിംഹം. ഹൂത്ത് അല്ലേ? നൂൻ ഹൂത്ത് മത്സ്യം. ഫൽതഖമഹുൽ ഹൂത്ത് പറഞ്ഞില്ലേ? സുഅബാൻ ഫൈദാ ഹിയ സുഅബാനും മുബീൻ, പാമ്പ്. മാഷാ അല്ലാഹ്, എല്ലാവരുടെയും മുഖ്. ഖുറാബ് കാക്ക. ഹൂദ് ഹൂദ് മരംകൊത്തി പക്ഷി. കാക്ക മരംകൊത്തി പക്ഷി. പിന്നെ വിശുദ്ധ ഖുർആൻ പക്ഷിശാസ്ത്രമല്ല, ജന്തുശാസ്ത്രമൊന്നുമല്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ എന്നിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുണ്ട്. പക്ഷികളുമായി ബന്ധപ്പെട്ടുണ്ട്, ജന്തുക്കളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ അൽ അങ്കബൂത്ത്, അൽ അങ്കബൂത്ത് ഈ സൂറത്തിൻ്റെ പേര്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അങ്കബൂത്ത്. എന്തിനാണ് ഇവിടെ ഈ സൂറത്തിന് അൽ അങ്കബൂത്ത് പേര് വന്നത്? ഒരായത്തിൽ 2 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്കബൂത്ത് എന്ന് പറഞ്ഞു. മസലുല്ലദീന ഇത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയാഅ കമസലിൽ അങ്കബൂത്ത് ഇത്തഖദത് ബൈത വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അങ്കബൂത്ത് ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 2 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല, എത്രാമത്തെ ആയത്? 42ാമത്തെ ആയത്തായിരിക്കും അല്ലേ? 2 തവണ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ ഈ അങ്കബൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്തിന് അങ്കബൂത്ത് എന്ന് പേരിട്ടത്. ആ പരാമർശം 2 തവണ സൂറത്തിൽ വന്നതിനാൽ. മസലുല്ലദീന ഇത്തഖദു മിൻ ദൂനില്ലാഹ് ഔലിയ, അള്ളാഹുവെ കൂടാതെ ഔലിയാക്കളെ സ്വീകരിക്കുന്നവർ. അള്ളാഹുവെ കൂടാതെ
ഔലിയായിനെ സ്വീകരിക്കുന്നവർ അവരുടെ ഉപമ എന്താ? കെമസലിൽ അങ്കബൂത്ത്, അങ്കബൂത്തിൻ്റെ എട്ടുകാലിയുടെ ഉപമയാകുന്നു എന്നാണ്. എട്ടുകാലിൻ്റെ പ്രത്യേകത ഇത്തഖദത് ബൈതൻ, ഇത്തഖദത് ഇത് സ്വീകരിച്ചു, ഈ എട്ടുകാലി സ്വീകരിച്ചു. ഇത്തഖദത് എന്നാണ്, സ്ത്രീലിംഗാണ് ക്രിയ. അപ്പോൾ പിന്നെ എട്ടുകാലി വർഗത്തിലെ പെൺവർഗ്ഗമാണ് വീടുണ്ടാക്കുന്നത്. ഇത്തഖദത് അതുണ്ടാക്കി, ബൈതൻ ഒരു വീട്. എന്നിട്ട് അല്ലാഹ് പറയാണ് വ ഇന്ന ഔഹനൽ ബുയൂത്ത്, വീടുകളിൽ ഏറ്റവും ദുർബലം, ഔഹനൽ ബുയൂത്ത് ലബൈത്തുൽ അങ്കബൂത്ത്, അങ്കബൂത്തിൻ്റെ വീടാകുന്നു. അവിടെ കെമസലി അങ്കബൂത്ത് ഔഹനുൽ ബുയൂത്ത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഔഹൻ എന്ന് പറഞ്ഞാൽ, വഹൻ എന്ന് പറഞ്ഞാൽ ദുർബലം, ഔഹൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലം. ഔഹനുൽ ബുയൂത്ത്, വീടുകളിൽ ഏറ്റവും ദുർബലമായത് അങ്കബൂത്ത്, അങ്കബൂത്തിൻ്റെ വീടാകുന്നു. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ ഔലിയാക്കളെ സ്വീകരിക്കുന്ന ആളുകൾ ഏറ്റവും ദുർബലമായതിനെയാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ആരാധ്യന്മാരായി രക്ഷകരായി സ്വീകരിച്ചതെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരണം നമുക്ക് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഔഹനുൽ ബുയൂത്ത് ലബൈത്തുൽ അങ്കബൂത്ത്, അങ്കബൂത്തിൻ്റെ വീട് തന്നെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതേപോലെ മസലിൽ അങ്കബൂത്ത്, അങ്കബൂത്തിനെ പോലെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 2 തവണ ആയത്തിൽ അങ്കബൂത്ത് വന്നത് കാരണത്താലാണ് സൂറത്തിന് അൽ അങ്കബൂത്ത് എന്ന പേര്. എട്ടുകാലിയുടെ വീട് എന്തുകൊണ്ട് ഏറ്റവും ദുർബലം? എട്ടുകാലിൻ്റെ വീടിനെ കുറിച്ച് അള്ളാഹു പറയണ ഔഹനുൽ ബുയൂത്ത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയും, എന്താ പറയുക, ഏറ്റവും ദുർബലമായതിനെക്കുറിച്ചൊക്കെ തെളിവ് ഒരു തെളിവ് ദുർബലമാണ് എങ്കിൽ ഔഹനു അല്ലെങ്കിൽ ഔഹ മിൻ ബൈത്തിൽ അങ്കബൂത്ത്, അങ്കബൂത്തിൻ്റെ വീട്ടിനേക്കാൾ ദുർബലം എന്ന് പറയും അല്ലേ. ഒരാളുടെ ഒരു പരാമർശം, ഒരു പ്രസ്താവന അത് അസ്വീകാര്യവും ദുർബലവുമാണ് എങ്കിൽ പറയും ഔഹനു മിൻ ബൈത്തിൽ അങ്കബൂത്ത്, അങ്കബൂത്തിൻ്റെ വീട്ടിനേക്കാൾ ദുർബലം എന്ന് പറയും. ഹദീസിൻ്റെയൊക്കെ ചില ദുർബലമായ ഹദീസിൻ്റെ കാര്യങ്ങൾ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെളിവ് അത് ഔഹനു മിൻ ബൈത്തിൽ അങ്കബൂത്ത് എന്ന് പറയും. അത് പിന്നെ കിതാബുകളിലൊക്കെ ധാരാളം കാണാം ഈ പ്രയോഗം, ഔഹ മിൻ ബൈത്തിൽ അങ്കബൂത്ത്, ഔഹനു മിൻ ബൈത്തിൽ അങ്കബൂത്ത് എന്നൊക്കെ കാണാൻ സാധിക്കും. ഒരു കവിതയിൽ കാണാം, ഇന്നമദ്ദുന്യ ബലാഉ, ഇന്നമദ്ദുന്യ ബലാഉ ലൈസ ഫീഹാ സുബൂതു, ഇന്നമദ്ദുന്യ കബൈത്തിൻ നസജതുഹുൽ അങ്കബൂതു, ഇന്നമാ യക്ഫീക മിൻഹാ അയ്യുഹർ റാഗിബു ഖൂതു എന്നാണ്. താകൊണ്ട് അവസാനിപ്പിക്കുന്ന ചെറിയ കവിതയാണ്. ഇന്നമദ്ദുന്യ ബലാഉ, ഇന്നമദ്ദുന്യ ബലാഉ, ദുനിയാവ് പരീക്ഷണം മാത്രമാണ്. ഇന്നമദ്ദുന്യ ബലാഉ ലൈസ ഫിഹാ സുബൂതു, ലൈസ ഫിഹാ സുബൂതു, ആ ദുനിയാവിൽ സുബൂത്തില്ല, സ്ഥിരതല്ല, നിത്യവാസം, സ്ഥിരതാമസം അത് ദുനിയാവിലില്ല. ഇന്നമദ്ദുന്യ കബൈത്തിൻ, ദുനിയ എന്ന് പറഞ്ഞെങ്കിൽ കബൈത്തിൻ ഒരു വീട് പോലെയാണ്. നസജതുഹുൽ അങ്കബൂത്തു, നസജത്തുഹു ആ വീടിനെ കോർത്തുണ്ടാക്കി, അല്ല അങ്കബൂത്ത് എട്ടുകാലി. അപ്പോൾ എട്ടുകാലി കോർത്തുണ്ടാക്കിയ വീട് പോലെയാണ് ആര്? ദുനിയാവ്. ഇന്നമദ്ദുന്യ കബൈത്തിൻ നസജതുഹുൽ അങ്കബൂത്തു. എന്നിട്ട് പറയാണ് ഇന്നമാ യക്ഫീക മിൻഹ, ദുനിയാവിൽ നിന്ന് നിനക്ക് മതി, അയ്യോഹ റാഗിബ്, ദുനിയാവ് കൊതിക്കുന്നവനെ, കൂത്ത് എന്ന് പറഞ്ഞാൽ പശി അടങ്ങാനുള്ള ഭക്ഷണം, അത് മതി എന്ന് പറയണം. അപ്പോൾ ആ കവിതയിൽ ഇന്നമദ്ദുന്യ ബലാഉ ലൈസ ഫീഹാ സുബൂതു, ഇന്നമദ്ദുന്യ കബൈത്തിൻ വീട് പോലെയാണ്, നസജതുഹുൽ അങ്കബൂത്ത്, അങ്കബൂത്തു എട്ടുകാലി കോർത്തുണ്ടാക്കിയ വീട് പോലെയാണ് ദുനിയാവ്. അതുകൊണ്ട് ഇന്നമാ യക്ഫീക മിൻഹാ അയ്യുഹർ റാഗിബു ഖൂതു എന്നാണ് കവിതയിലുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഏറ്റവും ദുർബലമായതിനൊക്കെ എന്താ പറയുക, എട്ടുകാലിൻ്റെ വീട് എന്നാണ് പറയുക. എട്ടുകാലിൻ്റെ വീട് എന്ന് പറയാം. അത് ഹിസ്സൻ വ മഅനൻ, ഹിസ്സൻ വ മഅനൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാനതിൻ്റെ ഇതിൽ വിശദമായിട്ട് വരും. നമ്മൾ കാൽപ്പനികമായി നോക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മളുടെ അനുഭവത്തിലൂടെ നോക്കുകയാണെങ്കിലും എട്ടുകാലിൻ്റെ വീട് തന്നെയല്ലേ. നമ്മൾ എട്ടുകാലിൻ്റെ വീട് പറഞ്ഞാൽ വലയല്ലേ, എട്ടുകാലിൻ്റെ വല. രാവിലെ ഉണ്ടാക്കിയ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരം ആകുമ്പോഴത്തേന് ഒരു കാറ്റ് വന്നേക്ക് അത് പോകും.
നമ്മളൊന്ന് ഊതിയാൽ നമ്മളൊന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് പോവും, അത് തീർത്തും ദുർബലമാണ്. പിന്നെ അത് മാനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ, ഇപ്പോൾ വീടെന്തിനാ, വീട് നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താമസിക്കണം, സമാധാനം കാണണം അല്ലേ, അവിടെ വീട്ടിലുള്ള മെമ്പർമാർ സുഖത്തിൽ കഴിയണം, അതിനല്ലേ വീട്ടിൻ്റെ അത്താണിയായിട്ടുള്ളത് ഗൃഹനാഥൻ അല്ലേ, വീട്ടിലെ ആശ്വാസമായിട്ടുള്ളത് പിന്നെ ഗൃഹനാഥ, പിന്നെ മക്കൾ, ഇങ്ങനെയല്ലേ. എട്ടുകാലിൻ്റെ വീട്ടിൽ എന്താ, എട്ടുകാലിൻ്റെ വീട്ടിൽ ഇതല്ല, എട്ടുകാലി അതിൻ്റെ പിന്നെ ആണ്, പെണ്ണുമായിട്ട് പിന്നെ ഇതിൽ എന്താണ് പരാഗണത്തിൽ ഏർപ്പെട്ടാൽ ആദ്യം പെണ്ണ് ചെയ്യൽ ആണിനെ കൊല്ലല്ല. പരാഗണം നടന്ന ഉടനെ എന്ത് ചെയ്യും, പെണ്ണ് ആണിനെ കൊല്ലും. ആണ് സ്ഥലം വിട്ടില്ലെങ്കിൽ, വീട്ടിൽ ആണ് നിൽക്കാൻ പറ്റില്ല, പെണ്ണ് അതിനെ കൊല്ലും. ഈ എട്ടുകാലി ഈ പരാഗണത്തെ തുടർന്ന് ഇതിനെ കൊല്ലും, അല്ലെങ്കിൽ അത് രക്ഷപ്പെട്ടോളണം. ഇനി പിന്നെ തള്ള മുട്ടിട്ട് വിരിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരിഞ്ഞത് കുറേ ആയിരിക്കും അല്ലേ, അത് അന്യോന്യം തിന്ന് തീർക്കും, തള്ളനെ തിന്ന് തീർക്കും. ഇനി വീട്ടിലേക്ക് പുറമേ നിന്ന് ഒരാളെ ആശ്രയിച്ച് വന്നാൽ, ഈ വീടിനെ ആശ്രയിച്ച് വന്നാൽ വല്ല അഭയം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എട്ടുകാലി വിടുക. എട്ടുകാലി വല ഉണ്ടാക്കിയതന്നെ എന്തിനാണ്, അവിടെ വരുന്നവനെ അതിൽ പിടിച്ച് തിന്നാനെ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വീട് സന്തോഷമാണ്, സമാധാനമാണ്, വീട്ടിലുള്ളവർ പിന്നെ സമാധാന ചിത്തരായിട്ട് കഴിയാനാണ്. പക്ഷെ അത് പിന്നെ എട്ടുകാലികൾ ഉണ്ടല്ലോ, അതിലാണും പെണ്ണിനും വരെ ഇല്ല എന്നുള്ളതാണ്. ഒന്നൊന്നിനെ ഭയന്ന് ശരിക്ക് അറബിയിൽ പറഞ്ഞത് അറവുശാല, ഒരു പിന്നെ കലാപകേന്ദ്രം, അതാണ് എട്ടുകാലിൻ്റെ വീട് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വീട് ഉണ്ടാക്കിയവർക്ക് വരെ അവിടെ എന്തില്ല, ഒരു സുസ്ഥിരതയും സമാധാനവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് നിലക്കും ഹിസ്സൻ വ മാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ നിർമ്മാണം അതും ദുർബലാണ്. പിന്നെ അതിലുള്ള ഉണ്ടല്ലോ പിന്നെ കാൽപ്പനികമായിട്ട് ഒരു വീടിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ അതും ദുർബലാണ്. അള്ളാഹു സുബ്ഹാനഹു വ ഇന്നൽ ഔഹനൽ ബുയൂത്ത് ലബൈത്തുൽ അങ്കബൂത്ത്, വീടുകളിൽ ഏറ്റവും ദുർബലം അത് എട്ടുകാലിൻ്റെ വീട് എന്ന് പറഞ്ഞല്ലേ, അത് ഈ നിലക്ക്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്കത് ആയത്തിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരു ഉപമയായിട്ട് പറഞ്ഞതാണ്. ആ ഉപമ അതിൻ്റെ വിഷയം ഇൻഷാ അല്ലാഹ് നമുക്കത് ഇവിടെ വഴിയെ വരും ബിഇദ്നില്ലാ. എട്ടുകാലി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രസിദ്ധ കഥ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയപ്പോൾ സൗർ മലയിൽ സൗർ ഗുഹയിൽ കയറിയപ്പോൾ എട്ടുകാലി കൂടുകൂട്ടി അല്ലേ, പിന്നെ എട്ടുകാലി കൂടുകൂട്ടിയതും പിന്നെ പ്രാക്കൾ മുട്ടയിട്ടതും അല്ലേ, ഒരു വൃക്ഷം വളർന്നതും, ഇങ്ങനെ തുടങ്ങി കുറേ കഥകളുണ്ട്. സ്ഥിരപ്പെടാത്ത കഥകളാണ്, വലിയ ചരിത്രമായിട്ട് പറയപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും എന്തല്ല സഹിയായി സ്ഥിരപ്പെട്ടതല്ല. എട്ടുകാലി വലയിട്ടു എന്ന് പറയുന്ന കാരണം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് വരുന്ന ആൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു, ചിലന്തി വല കെട്ടിയത് കണ്ടു, പിന്നെ പ്രാവ് മുട്ടയിട്ടത് കണ്ടു. അപ്പോൾ അയാൾ പിന്തിരിപ്പിച്ചു എന്നാണ് കണ്ട, എട്ടുകാലി വല കെട്ടിയിട്ടുണ്ട്, ഇതിലൂടെ ആരും കടന്നു പോയിട്ടില്ല, പിന്നെ പ്രാവ് മുട്ടയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സഹിയായി സ്ഥിരപ്പെട്ട ഹദീസ് അല്ല അത്. ചരിത്രം ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, പല കഥകളും ഉണ്ട് കേട്ടോ ആ വിഷയത്തിൽ, പക്ഷെ അതൊന്നും സ്ഥിരപ്പെട്ടില്ല. പിന്നെ മാത്രമല്ല സൗർമല എന്താണ്, സൗർമല അങ്ങനെ ഒരു ആഴത്തിൽ പിന്നെ ഉള്ളിലേക്കൊരു ഗുഹ അല്ല അത്, ശരിക്കൊരു കുഴി പോലെയാണ്. അതിൻ്റെ മുകളിൽ പോയിട്ടൊരു ഒരു കുഴി പോലെയാണ്. മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ കുറേ ഉള്ളിലേക്ക് പോയിട്ട് എന്നല്ല, പിന്നെ കവാടത്തിൽ ഇത് മാറാല അല്ലെങ്കിൽ എട്ടുകാലി വല കെട്ടിയിട്ടുള്ള ഒരു പിന്നെ രീതി ഉണ്ടല്ലോ, അത് അവിടെ ഈ സൗർ ഗുഹയുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്ടബി അതൊരു പിന്നെ ഒന്നാമത് സ്ഥിരപ്പെട്ടതല്ല, പിന്നെ അത് അങ്ങനെ എന്ത് ചെയ്യില്ല, പിന്നെ ആളുകളെ തിരിച്ചുവിടുന്ന രീതിയിലുള്ള ഒരു ഭൂപ്രകൃതമല്ല അവിടെ ആ ഗുഹയുടെ വിഷയത്തിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അവർ അതിന് മുകളിൽ പോയ അവരിലൊരാൾ കാൽമേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണുമെന്ന് പറയുന്നത്. കാരണം അതൊരു കുഴി പോലെയാണ് സൗർ ഗുഹ. സൂറത്തുൽ അങ്കബൂത്ത് മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ മദീനയിൽ ഇതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ തുടക്ക വചനങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയം പറയാം.
മൊത്തത്തിൽ സൂറത്ത് എന്താണ്? മക്കീയത്ത് എന്ന് പറയും. എന്താ മക്കീയത്ത് എന്ന് പറഞ്ഞാൽ പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ അവതീർണമായത്, അല്ലെങ്കിൽ മക്കയും മക്കയുടെ പരിസരങ്ങളിലും ആയിട്ട് അവതീർണമായ സൂറത്ത് എന്നാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 4256 അക്ഷരങ്ങളാണ് ഈ സൂറത്തിൽ. എത്ര ആയത്താണ്? ഇതിലെത്ര ആയത്താണ്? സൂറത്തുൽ അങ്കബൂത്ത് എത്ര ആയത്താണ്? 69 ആയത്താണ്. 4256 അക്ഷരങ്ങൾ എന്നാണ്. ചിലർ ഈ എണ്ണം പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. കാരണം ചിലർ ഈ എണ്ണുമ്പോൾ പിന്നെ മദ് അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ, കൂട്ടും ചിലർ കൂട്ടാതിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എണ്ണത്തിൽ പഴവ്. എന്തിനാണ് ഈ അക്ഷരങ്ങളെ പറയുന്നത്? 4256 എന്നുള്ള അക്ഷരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ചില ആളുകളുണ്ടല്ലോ, ചില ആളുകൾ ഈ ഒരു സൂറത്ത് എടുത്ത് വെച്ചിട്ട് ആ സൂറത്തിലെ പിന്നെ ആ സൂറത്തുമായി ബന്ധപ്പെട്ട് പിന്നെ ഇതിപ്പോൾ വിശുദ്ധ ഖുർആനിൽ തിവാൽ എന്ന് പറഞ്ഞൊരു ഗണമുണ്ട്, പിന്നെ മിഊൻ, പിന്നെ മസാനി, പിന്നെ മുഫസ്സൽ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ 4ആയിട്ട് എന്ത് ചെയ്തിട്ട് തിരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തിരിച്ചാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസബു തിവാൽ, പിന്നെ മിഊൻ. തിവാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ബഖറ, ആലി ഇംറാൻ, നിസാ പോലുള്ളതായ ദീർഘമായ സൂറത്തുകൾ. അത് പിന്നെ അംഫാൽ, തൗബ വരെ ഉള്ള സൂറത്തുകൾ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ മിഊൻ എന്ന് പറയും, 100 ആയത്ത്, 100 ആയത്തിനേക്കാൾ കുറച്ച് കൂടുതലൊക്കെ ഉള്ള സൂറത്തുകൾ. പിന്നെ അൽ മസാനി എന്ന് പറയും, പിന്നെ 100നോട് അടുത്ത് ഉള്ള സൂറത്തുകൾ. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ അങ്കബൂത്ത്. പിന്നെ അൽ മുഫസ്സൽ, ഖാഫ് മുതൽ അല്ലെങ്കിൽ ഹുജറാത്ത് മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾ. പിന്നെ ആ നിലക്ക് പിന്നെ ഇത് ഏതിൽപ്പെട്ടതാണ് എന്നുള്ള ഒരു പഠനം. പിന്നെ ഇതിൽ ഇപ്പോൾ അള്ളാഹ് എന്നുള്ള ലഫ്ദുൽ ജലാല സൂറത്തുൽ അങ്കബൂത്തിൽ 42 തവണ വന്നിട്ടുണ്ട്. അങ്ങനെ അത് എണ്ണീട്ട് പിന്നെ ഇതിൽ ഓരോ കെലിമത്തുകൾ അത് എത്ര എണ്ണം, പിന്നെ അതിൽ ഓരോ ഹർഫുകൾ എത്ര എണ്ണം, പിന്നെ ഇത് വിശുദ്ധ ഖുർആൻ്റെ ഏത് ജുസ്ഇലാണ്, ഏത് ഹിസ്ബിലാണ്, ഇങ്ങനെ കുറേ പഠനങ്ങൾ കാണാൻ സാധിക്കും. കുറേ പഠനങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ നമ്മളിവിടെ ഞാൻ എപ്പോഴും ഈ അക്ഷരങ്ങൾ പറയണത് എന്തിനാ? നമ്മൾ സൂറത്ത് അങ്കബൂത്ത് ഓതുകയാണ് എങ്കിൽ നമ്മൾ എത്ര അക്ഷരങ്ങൾ ഓതി? ആ ഓരോ അക്ഷരങ്ങൾക്കുണ്ടല്ലോ, ഓരോ അക്ഷരങ്ങളും ഒരു ഹസനത്ത്, വൽ ഹസനത്ത് ബി അശ്രി അംസാലിഹ. അപ്പോൾ എത്ര കൂലി നമുക്ക് കിട്ടും എന്നുള്ളതൊരു പിന്നെ നമുക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. ഏതായാലും സൂറത്തുൽ അങ്കബൂത്ത് ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ വിഷയങ്ങൾ പിന്നെ വഴിയെ വരും ഇൻഷാ അല്ലാഹ്. നമ്മൾ 42-ാമത്തെ ആയത്തിൽ അത് അങ്കബൂത്തുമായി ബന്ധപ്പെട്ട് കുറേ പിന്നെ വിഷയങ്ങളാണ് ഈ അങ്കബൂത്തുമായി ബന്ധപ്പെട്ട്. അങ്കബൂത്ത് തന്നെ എത്ര വർഗ്ഗം അങ്കബൂത്തുണ്ട്? ഞാൻ ചില പഠനങ്ങൾ വായിച്ചപ്പോൾ 40,000 വർഗ്ഗം അങ്കബൂത്ത്. അതിന് ഓരോന്നിനും അതിൻ്റെ ഓരോ വർഗത്തിനും അതിൻ്റെ പല സവിശേഷതകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു മഹാ അത്ഭുത സൃഷ്ടിയാണ് അങ്കബൂത്ത്. അല്ല കുല്ലിന് അത് നമുക്ക് ആയത്തിൻ്റെ അവിടെ വരും ഇൻഷാ അല്ലാഹ്. സൂറത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ബിസ്മി നമ്മൾ പിന്നെ മനസ്സിലാക്കണം. എപ്പോഴും പറയണതാണെങ്കിലും എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്താ ബിസ്മില്ല അള്ളാഹുവിൻ്റെ ഇസ്ം നാമം. അതിൻ്റെ മുമ്പിൽ ആര് വന്നു? ബാ വന്ന്. ഈ ബാ അത് ഇസ്തിആനത്ത്, സഹായത്തേട്ടം, ആ ആശയത്തെ പ്രതിഫലിപ്പിക്കാനാണ്. അതേപോലെ തയമ്മുൻ, അതേപോലെ തബറുക്ക്, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ പുണ്യത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ പുണ്യം, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ അനുഗ്രഹം അതിൽ തുടങ്ങുന്നു എന്നാണ്. അതിൽ ഞാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ എൻ്റെ തുടക്കം ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിലും ബർക്കത്തിലും പുണ്യത്തിലുമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു കാര്യത്തിന് ബിസ്മില്ല ചെല്ലുമ്പോൾ അത് നമ്മൾ ശരിക്ക് എപ്പോഴും മനസ്സിലാക്കിയിട്ട് പറയേണ്ടതാണ്, ചൊല്ലേണ്ടതാണ്. ബിസ്മില്ല
എപ്പോഴാണ് നമ്മൾ ബിസ്മില്ല ചൊല്ലുക? ഭക്ഷിക്കുമ്പോൾ ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, നന്മയിൽ, അനുഗ്രഹത്തിൽ ഞാൻ ഭക്ഷിക്കുന്നു എന്നാണ്. എപ്പോഴാണ് ബിസ്മില്ല ഇല്ല? ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ല പിന്നെ ചൊല്ലണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമുക്ക് ബിസ്മില്ല പ്രത്യേകം പറയപ്പെട്ട സന്ദർഭമല്ല. ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് പ്രത്യേകം. ഇപ്പോൾ നമ്മളുടെ മുമ്മാലിക് അള്ളാഹു റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചത് ഉറങ്ങിക്കിടക്കുമ്പോഴാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണം. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹു വഇൻ അർസൽതഹു ഫഹ്ഫദ്ഹു ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, നന്മയിൽ, അനുഗ്രഹത്തിൽ ഞാൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ടത്. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. എത്ര അവിടെ നോക്കി നിങ്ങൾ, ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ആ ഒരു പിന്നെ പുണ്യത്തിൽ ആണ് ഉറങ്ങേണ്ടത് അല്ലേ? അതേപോലെ വുളു ചെയ്യുമ്പോൾ ബിസ്മില്ല, പിന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല അസ്സലാമു അലൈക്കും, അങ്ങനെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ അഅ്സിമിനി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് അല്ലാഹുമ്മ അഅ്സിമിനി മിനശ് ശൈത്താനിർ റജീം. പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് വാഹനത്തിലേക്ക് കാല് വെച്ച് കയറേണ്ടത്. പിന്നെ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. പിന്നെ ഭാര്യനെ പ്രാപിക്കുമ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖ്തന. പിന്നെ കത്ത് എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവൻ എഴുതണം. ബിസ്മില്ല മാത്രം പോരാ. അതേപോലെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവൻ ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരിക്കൽ റസൂൽ ഉണർന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു, ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒന്ന് മയങ്ങിയിട്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോൾ എന്തുകൊണ്ടാണ് ചിരിച്ച് എഴുന്നേൽക്കുന്നത് പറഞ്ഞപ്പോൾ റസൂൽ പറയാണ്, ഉൻസിലത്ത് അലയ്യ ആനിഫൻ സൂറത്തൻ ആനിഫൻ, കുറച്ച് മുമ്പ് എനിക്കൊരു സൂറത്ത് ഇറങ്ങി, അതിൽ റസൂൽ എന്ത് ചെയ്യാണ്? സന്തോഷിക്കുകയാണ്. എന്നിട്ട് റസൂൽ ഓതുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അതിറങ്ങി റസൂലുള്ളാഹിക്കുള്ള സന്തോഷ വാർത്തയല്ലേ. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് റസൂൽ അതിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് എന്നാണ്. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ, അതേപോലെ ഖബറിലേക്ക് മയ്യത്ത് വെക്കുമ്പോൾ ബിസ്മില്ല വാല സുന്നത്തി റസൂലില്ല, ബിസ്മില്ല വാല സുന്നത്തി റസൂലില്ല. പിന്നെ എല്ലാ നന്മകളിലും പ്രത്യേകം പറയപ്പെട്ട സ്ഥലങ്ങൾ, നമ്മളൊരു പിന്നെ വീഴാൻ പോയി, അപ്പോൾ അവിടെ അഊദു ബില്ല അങ്ങനെ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ഇപ്പോൾ നമ്മളെ വാഹനം ഒരു പതറി അല്ലെങ്കിൽ നമ്മളൊന്ന് ഇടറി വീഴാൻ പോയി, അപ്പോൾ റസൂൽ പറയുന്നത് ബിസ്മില്ല പറയാം. നമ്മൾ അഊദു ബില്ല എന്നുണ്ടെങ്കിൽ ഷെയ്ത്താവോ ഞാൻ തള്ളിയിട്ടു എന്നുള്ള മേനി നടിക്കും. അതേസമയം നിങ്ങൾ ബിസ്മില്ല എന്ന് പറയുകയാണെങ്കിൽ ഷെയ്ത്താൻ തീരും എന്ന് പറഞ്ഞു. അതേപോലെ ബിസ്മില്ല ഈ സന്ധ്യാസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വാതിലടക്കണം. അഗ്ലിഖുൽ ബാബ് വദ്കുർസ്മല്ല, ബിസ്മില്ല പറഞ്ഞിട്ട് വാതിലടക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഖമ്മിറുൽ ആനിയ, പാത്രങ്ങൾ മൂടാൻ പറഞ്ഞു ബിസ്മില്ല ചൊല്ലിയിട്ട്. അതേപോലെ തന്നെ അത്ഫി സുറുജ്, വിളക്കുകൾ അണക്കാൻ പറഞ്ഞു ബിസ്മില്ല ചൊല്ലിയിട്ട്. അതേപോലെ തന്നെ ഔകൂൽ സിഖ, പാത്രങ്ങൾ ഇതുണ്ടല്ലോ സിഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോൽപാത്രങ്ങൾ, അത് കെട്ടിയിടാൻ പറഞ്ഞു. എങ്ങനെ? ബിസ്മി ചൊല്ലി. ബിസ്മി ചൊല്ലി കഥ കടച്ചാൽ, ബിസ്മി ചൊല്ലി പാത്രം മൂടിയാൽ, ബിസ്മി ചൊല്ലി കെട്ടിയാൽ, അതേപോലെ ബിസ്മി ചൊല്ലി പിന്നെ എന്താ വിളക്കണച്ചാൽ പിന്നെ പിശാച് തുറക്കൂല എന്നാണ്. പിശാച് തുറക്കൂല എന്നാണ്. ആ പാത്രം മൂടിയെ തുറക്കൂല, വാതിൽ തുറക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അതൊക്കെ ബിസ്മി ചൊല്ലേണ്ട പ്രത്യേക സന്ദർഭമാണ്. അതേപോലെ വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് ബിസ്മില്ല 3 തവണ പറഞ്ഞാൽ പറയില്ലേ, അഊദു ബില്ലാഹി അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, ബിസ്മില്ല. ഇങ്ങനെ ബിസ്മി ചൊല്ലാൻ പല സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് നമ്മൾ ശ്രദ്ധിക്കുകയും അത് നമ്മൾ ഉണ്ടല്ലോ പാലിക്കുകയും ചെയ്യേണ്ട വിഷയമാണത്. പ്രത്യേകിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ,
നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെല്ലിയിട്ടുണ്ടോ എന്നുള്ളത് ഓർക്കണം. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളത് ആ സമയത്ത് ഓർക്കേണ്ടതുണ്ട്, അത് നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. കാരണം എന്താ? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, പുണ്യത്തിൽ, അനുഗ്രഹത്തിൽ ഞാനിത് ചെയ്യുന്നു എന്നാണ്. ഞാനിത് തുടങ്ങുന്നു, ഞാനിത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര നമുക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊരു കാവലിന്, സംരക്ഷണത്തിന്, സുരക്ഷയ്ക്കുള്ള ഒരു ദുആയാണ്. അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹിൻ്റെ നാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ നാമം എല്ലാ നാമം പോലെയല്ല. അള്ളാഹിൻ്റെ നാമം തബാറക അസ്മുക്, അള്ളാഹിൻ്റെ നാമം, അള്ളാഹുവേ നിൻ്റെ നാമം അനുഗ്രഹപൂർണ്ണമാകുന്നതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, എല്ലാ നല്ല നാമങ്ങളും അള്ളാഹ്ക്കാണ്. അതുകൊണ്ടാണ് സബ്ബിഹ് ഇസ്മ റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ നാമം നീ വാഴ്ത്ത്, പുകഴ്ത്ത്, പരിശുദ്ധപ്പെടുത്തിയെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ഏതായാലും ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, പുണ്യത്തിൽ, അനുഗ്രഹത്തിൽ തുടങ്ങുന്നു. അള്ളാഹു ആരാണ്? അർ റഹ്മാൻ അർ റഹീം. അള്ളാഹിൻ്റെ 3 പേരുകൾ പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഒന്ന് അർ റഹ്മാൻ, അള്ളാഹു റഹ്മത്ത് നിറഞ്ഞവൻ, റഹ്മത്തുടയവൻ. പിന്നെ അർ റഹീം, റഹ്മത്ത് നൽകുന്നവൻ. റഹ്മത്ത് നിറഞ്ഞവൻ, റഹ്മത്ത് നൽകുന്നവൻ. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ആരംഭിക്കുന്നു എന്നാണ് നമ്മളൊരു സൂറത്ത് തുടങ്ങുമ്പോൾ. ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി, അതിലൊരായത്തല്ലെങ്കിലും ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ആരുണ്ട്? ബിസ്മി ഉണ്ട്. ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൂറത്ത് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൗസർ സൂറത്ത് എങ്ങനെ തുടങ്ങിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിൽ ഒരായത്ത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷേ നിസ്കാരത്തിൽ ഓതുമ്പോൾ ബിസ്മി പതുക്കെ ഓതിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് ഉറക്കെ ഓതുക എന്നുള്ളതാണ് കൂടുതൽ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചത്. സഹാബികൾ കൂടുതലും അങ്ങനെയാണ് ഉദ്ധരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയപ്പോൾ ബിസ്മി ശബ്ദം താഴ്ത്തി ഓതി, എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് ഉറക്കനെ ഓതി എന്നുള്ളത് നിസ്കാരത്തിൽ. ബിസ്മില്ല, ബിസ്മില്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുൽ ബിസ്മില്ല, ബിസ്മില്ല കൊണ്ട് തിന്നാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അവിടെ ബിസ്മില്ലയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവല്ല. കത്തെഴുതുമ്പോൾ, ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവൻ ചൊല്ലേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിയ കത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാ ഇലാ അദീമി ഹിറഖൽ, അങ്ങനെയാണ് കത്ത് എഴുതിയിരുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്ന് റോമയിലെ മഹാരാജാവ് ഹിറാക്ലിയസിനുള്ള കത്ത്. അങ്ങനെ ബിസ്മില്ലാ മുഴുവൻ എഴുതി. സൂറത്തുൻ നംലിൽ നമുക്ക് വരും ഇൻഷാ അല്ലാഹ്. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കത്ത് അയച്ചത്. സബയിലെ രാജ്ഞി ബൽഖീസ് ബിന്ത് ഷറാഹീലിന് കത്തയച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവൻ എഴുതിയിട്ട്. അത് കത്തിലും അതേപോലെ തന്നെ ഓത്ത് തുടങ്ങുമ്പോഴും. പിന്നെ അത് ഇതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്നത് എന്തിനാ? നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമ്മളിത് പ്രയോഗവൽക്കരിക്കാനാണ്. അത് പിന്നെ നമ്മളിത് ശരിക്ക് ശ്രദ്ധാപൂർവം പ്രാവർത്തികമാക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഒരായത്തല്ലേ, അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. എന്താ ഈ അലിഫ് ലാം മീം? നമ്മൾ പലപ്പോഴും വന്നിട്ടുള്ളതാണല്ലേ. വിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്തുകൾ അങ്ങനെ തുടങ്ങുന്നുണ്ട്? 29 സൂറത്തുകൾ അല്ലേ? 29 സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ തുടങ്ങുന്നത് ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ടാണ്. അലിഫ് ലാം മീം. അതിൽ ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഖാഫ്, നൂൻ, സ്വാദ് പോലത്തെ സൂറത്തുകളുണ്ട്. 2 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഹാമീം, യാസീൻ, താഹ പോലത്തെ സൂറത്തുകളുണ്ട്. 3 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന അലിഫ് ലാം മീം, അലിഫ് ലാം റാ, താസീം മീം, ഇങ്ങനത്തെ സൂറത്തുകളുണ്ട്. 4 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന, അത് 5 അക്ഷരം, അലിഫ് ലാം മീം സ്വാദ്, സൂറത്തുൽ ആറാഫ്. പിന്നെ അലിഫ് ലാം മീം റാ, ഇങ്ങനത്തെ സൂറത്തുകളുണ്ട് 4 അക്ഷരം കൊണ്ട് തുടങ്ങണേ. പിന്നെ 5 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന കാഫ്, ഹാ യ ഐൻ സ്വാദ്, പിന്നെ ഹാമീം, ഐൻ സീൻ ഖാഫ് പോലത്തെ സൂറത്തുകളുണ്ട്. കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ.
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തുടർന്ന് പറയാൻ പോകുന്ന വിഷയങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചില സൂറത്തുകൾ ഇങ്ങനെ തുടങ്ങിയാണ്. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ അലം എന്ന് ഓതാൻ പാടില്ല. അലം ഇതെങ്ങനെ ഓതുക? അലിഫ് ലാം മീം. ഈ അക്ഷരങ്ങളുടെ പേരാണ് ഓതുക. ഈ അക്ഷരങ്ങളുടെ പേരാണ് ഓതുക. ഇതുണ്ടല്ലോ ഇവിടെ ഇതേപോലെ അലം നഷ്റഹിൻ്റെ മുന്നിലും ഇങ്ങനെ തന്നെയാണ് എഴുത്തുള്ളത്. അലം നഷ്റഹ് എന്നുള്ളിടത്ത് ഇങ്ങനെയാണ്. പക്ഷെ അവിടെ അലം നഷ്റഹ് എന്നാ ഓതുക, അലം. പക്ഷേ ഇവിടെ അലം എന്ന് ഓതില്ല, തെറ്റാണ്. പിന്നെയോ ലാം അങ്ങനെയല്ല. പിന്നെയോ ഈ അക്ഷരങ്ങൾക്കൊരു പേരുണ്ട്. ഈ തുടക്കത്തിലെ അക്ഷരത്തിൻ്റെ പേരെന്താ? അലിഫ് അല്ലേ? ഇത് ലാം, ഇത് മീം. ഇവിടെ ഓതേണ്ടത് അക്ഷരങ്ങളുടെ പേരാണ്, അക്ഷരങ്ങളുടെ പേരാണ്. അതും കൂട്ടി ഓതാൻ പാടില്ല. അലിഫുല്ലാമും മീമും അങ്ങനെ ഓതാൻ പാടില്ല. പിന്നെയോ അലിഫ് ലാം മീം അങ്ങനെ ഓതുക. അൽ ഹുറൂഫുൽ മുഖത്ത എന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെ കേവല അക്ഷരങ്ങൾ കൊണ്ടുള്ള തുടക്കം, അത് എഴുതുന്നതിനും ഒരു നിയമമുണ്ട്, ഓതുന്നതിനും പ്രത്യേകം നിയമമുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ മാത്രം ഒരു സവിശേഷതയാണ് ഇങ്ങനെ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. അലിഫ് ലാം മീം. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ് മുതൽ തുടങ്ങാം. ഇതിനില്ല.